Hello friends, I am Nissa from Nissa's Kitchen. Welcome to my channel. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ ദാൽ കറിയുടെ റെസിപ്പി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൻപയർ 50 ഗ്രാം, ചെറുപയർ 50 ഗ്രാം, ഉഴുന്ന് 50 ഗ്രാം, പരിപ്പ് 50 ഗ്രാം, സവോള 2 എണ്ണം മീഡിയം സൈസ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, തക്കാളി 1 എണ്ണം മീഡിയം സൈസ് അരിഞ്ഞെടുത്തത്, ഹോട്ട് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. മെഷർ ചെയ്ത വൻപയർ, പരിപ്പ്, ചെറുപയർ, ഉഴുന്ന് ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് നികക്ക വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുത്ത ശേഷം വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. കുതിർത്തിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നികക്ക വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോഴേക്കും ഇത് ആവശ്യത്തിന് കുക്കായി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ അധികം വെന്ത് കൊഴിഞ്ഞു പോകാതെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്നു വരും. ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതിനെ വഴറ്റാം. തക്കാളി ഒരുപാട് കുക്കായി വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല. ആകെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 2 മിനിറ്റ്, 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചിരിക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ കറി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ദാൽ കറി ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കുമൊപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്